നമ്മൾ മലയാളികളെ കുറിച്ച് നമ്മൾ തന്നെ പറയുന്ന ഒരു തമാശയുണ്ട്. 1969 ആദ്യമായിട്ട് നീലാം സ്ട്രോങ് സുഹൃത്തും കൂടി ചന്ദ്രനിൽ കാലുകുത്തിയത്. എന്നാൽ അങ്ങനെ കാലുകുത്തിയിട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് രാമൻ നായരുടെ ചായക്കടയാണെന്ന്. പ്രവാസത്തെ അങ്ങേയറ്റം നെഞ്ചേറ്റിയ മലയാളിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ തമാശ പറയാറുള്ളത്. അത്രമേൽ മലയാളി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ അതേ മലയാളിയുടെ മുഖ്യനുണ്ടല്ലോ, എല്ലാം പഠിച്ചു പറയുന്ന സതീശൻ, മൂപ്പര് പറയുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് റെമിറ്റൻസ്. ദേശീയത എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന കോൺഗ്രസിന്റെ നേതാവാണത്ര സതീശൻ. കഷ്ടം. കേരളത്തിന്റെ പണം മൊത്തം മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ അടിച്ചോണ്ട് പോവുകയാണ് എന്നാണ് മൂപ്പരുടെ അടാറ് കണ്ടെത്തൽ. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരങ്ങളാണ് എന്നും കേട്ട് പഠിച്ചു വളർന്നവരാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ തൊഴിൽ തേടി വരുന്നവരെ ബംഗാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നല്ല വിളിക്കേണ്ടത്. അവർ അന്നം തേടി വന്ന നമ്മുടെ അതിഥികളാണെന്നും അവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കേണ്ടതെന്നും മലയാളിയെ പഠിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. ആ സഖാവ് പിണറായിയിൽ നിന്നും എത്ര ദൂരമുണ്ട് സതീഷിലേക്കെന്ന് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ സതീശൻ തെളിയിച്ചു. റിവേഴ്സ് റെമിറ്റൻസ് എന്നും പറഞ്ഞ് മോങ്ങുന്ന സതീഷിനോടൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്നും വിദേശ നാടുകളിൽ പോയി പണിയെടുത്ത് കുടുംബം പോറ്റുന്ന നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ടല്ലോ. അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന നാടുകളിലുള്ള ഭരണാധികാരികളും സതീഷിനെ പോലെ റിവേഴ്സ് റെമിറ്റൻസ് എന്നും പറഞ്ഞ് കടുത്തൊരു തീരുമാനമെടുത്താൽ എന്താകും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ലിക്വിഡ് ക്രഞ്ച്, മണി സർക്കുലേഷൻ, മാർക്കറ്റ് ആക്ടിവിറ്റി, കറൻസി ഫ്ലോ, മാങ്ങാത്തൊലി, ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ചില വാക്കുകൾ സതീശൻ വിളിച്ചു പറയുമ്പോൾ അതിനനുസരിച്ച് സതീഷിന് വേണ്ടി കൈയടിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഹതാപം മാത്രമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന മലയാളികളോടും ഇതേ സമീപനം അവിടുത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചാൽ എന്താവും നമ്മിൽ പലരുടെയും വീടുകളിലെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ അതേസമയം ഇക്കാര്യം പറയുന്ന സമയത്ത് സതീശൻ കാണിക്കുന്ന ചില കൗതുകങ്ങളുണ്ട്, ഒളിച്ചു കടത്തുന്ന ചില നുണകളുണ്ട്. അതുകൂടി കേൾക്കണം. എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും, മറ്റുള്ളവരുടെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. ആ കറൻസി ഇല്ലാതായാലോ ലിക്വിഡിറ്റി ക്രഞ്ചാണ്. ആക്ടിവിറ്റി ഇല്ലാതാവും. ആക്ടിവിറ്റികൾ കുറഞ്ഞാൽ ഈ പൈസയുടെ സർക്കുലേഷൻ കുറയും. നമ്മൾ ഈ റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിങ്ങളോട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ 4 മില്യനും 5 മില്യനും ഇടയിൽ, 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. വളരെ കുറച്ച് പൈസയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിക്കുന്നതിന്റെ പൈസ മാത്രമാണ് കാര്യമായിട്ട് സർക്കാരിലേക്ക് വരുന്നത്. അത് കുറച്ച് പെർസെന്റേജ് ആണ് അവരില്. ബാക്കിയുള്ളത് അവർ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. അവർ ഗോതമ്പ് പൊടിയും ഉള്ളിയും സവാള പിന്നെ ദാലുമാണ്, പരിപ്പുമാണ് അവർ വാങ്ങിക്കുന്നത്. അറിയാലോ, പെരുമ്പാവൂരം എല്ലൊക്കെ കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. അവര് നേരത്തെ തിങ്കളാഴ്ച രാവിലെയാണ് അവർ പണം അങ്ങോട്ട് അയച്ചിരുന്നത്. ഇപ്പൊ അവർ ഗൂഗിൾ പേയില് ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയില് അവർ ഈ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു. 40-50 കോടി, 40% to 50% ലേബർ ചാർജ്. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും. എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. ഈ പറയുന്ന ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറമാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. റെമിറ്റൻസിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയും കോളർ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന അതേ അവസരത്തിൽ അപകടകരമായ ഇക്കോണമിയെ അപകടകരമായി അതിന്റെ അടിത്തറ മാന്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കും. എന്നാൽ ഇതൊക്കെ പറഞ്ഞ സതീശൻ ഇതിന് വല്ല പ്രതിവിധിയും പറഞ്ഞു ഇല്ല. എന്താ പറയാത്ത? ഒരു പ്രതിവിധിയുള്ളൂ. ഇനി മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ ഇവിടെ, അതായത് കേരളത്തിൽ വന്ന് പണിയെടുക്കരുതെന്ന് പറയുക, അത് നടക്കുന്ന കാര്യമാണോ? ഇതൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമല്ലേ? നമ്മുടെ സംസ്ഥാനക്കാർ നിരവധിയായ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അഥവാ ഇത് നടന്നാലോ, ഇതേ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും സ്വീകരിച്ചാലോ,
ആലോചിച്ചോക്ക്, മുമ്പ് വിഡ്ഢിത്തം പറഞ്ഞിരുന്നത് പുറത്തായിരുന്നെങ്കിൽ ഇന്ന് മൂപ്പര് മുഖ്യമന്ത്രി എന്ന നിലയിൽ സഭയിൽ തന്നെ വന്ന് ഇതേ വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കുന്നു. എന്നാൽ ഇത് പറയുമ്പോൾ മൂപ്പര് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ, അതും പച്ചക്കള്ളമാണ്. അല്ല, അക്കാര്യത്തിൽ മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമില്ല. 1 ലിറ്റർ പാൽപ്പായസവും 2 കഷ്ണം നുണയും കൂടി മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്താൽ ആദ്യം ആ നുണയെടുത്ത് അകത്താക്കുന്ന സ്വഭാവമാണ് മൂപ്പർക്ക് പണ്ടേ ഉള്ളത്. എന്നാൽ ഈ പറഞ്ഞ നുണ കയ്യോടെ പൊക്കി ഇതിനുള്ള മറുപടി കൃത്യമായി നൽകുന്നുണ്ട് മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ. സതീശൻ പറയുന്ന റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ടല്ലോ, എത്രയാണ് പുറത്തേക്ക് പോകുന്ന പണം, അതേക്കുറിച്ച് സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് തന്നെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും CDSും പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും ഈ വിഷയം പഠന വിധേയമാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് പരമാവധി 15% നമ്മുടെ റിവേഴ്സ് റെമിറ്റൻസ് എന്നാണ്. 15% എന്ന് പറയുമ്പോൾ അത് എത്ര കോടി വരും? നമുക്ക് കണക്ക് കൂട്ടാമെന്നേ. ആകെ കേരളത്തിന്റെ വിദേശ വരുമാനം 2 ലക്ഷം കോടി രൂപയാണെങ്കിൽ അതിന്റെ 15% എന്ന് പറയുന്നത് വെറും 30,000 കോടി രൂപ മാത്രമാണ്. അപ്പോൾ 2 ലക്ഷം കോടി ഇങ്ങോട്ട് വന്നു, ഉടൻ തന്നെ അതിൽ നിന്നും 1 ലക്ഷം കോടി കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ആ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് കൂടി VD സതീശൻ വ്യക്തമാക്കണം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് കൂടി സർജിക്കൽ സ്ട്രൈക്കിന് അഭിപ്രായമുണ്ട് കേട്ടോ. നോക്കൂ, അത് രാഷ്ട്രീയമായി ശരിയല്ല. അതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിന്റെ പേരിൽ ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. നോക്കൂ, നമ്മൾ ആദ്യം പോയത് അമേരിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒന്നുമല്ല, ബോംബെയിലേക്കായിരുന്നു. ധാരാളം മലയാളികൾ തൊഴിൽ തേടി ഒരു കാലത്ത് ബോംബെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളമായ ആളുകൾ അവിടേക്ക് കുടിയേറുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനെതിരെ രാജ്യത്തൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ പാർട്ടിയുടെ പേര് ശിവസേന എന്നാണ്. 1966 ബാൽ താക്കറെ ശിവസേന എന്ന പാർട്ടി ഉണ്ടാക്കുന്നത്. എന്തിനായിരുന്നു അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത്? അവരുടെ ആശയം എന്ന് പറയുന്നത് മണ്ണിന്റെ മക്കൾ വാദമായിരുന്നു. ശിവസേനക്കാർ തെക്കേ ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത് മദ്രാസികൾ എന്നാണ്. വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മളൊക്കെ അറിയപ്പെടുന്നത് മദ്രാസികൾ എന്നാണ് കേട്ടോ. തദ്ദേശീയരായ മറാത്തികളുടെ തൊഴിലും പണവും അപഹരിക്കുന്നവരാണ് നമ്മൾ എന്നാണ് ബാൽ താക്കറെ അന്ന് മറാത്തികളോട് പറഞ്ഞത്. അങ്ങനെ ഒരു പകയുടെ മുകളിൽ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ശിവസേന. ആ വികാരത്തിന് ഇന്നും ഒട്ടും വീര്യം കുറഞ്ഞിട്ടില്ല. ഏതാണ്ട് 5 മാസം മുമ്പ് ഇതേ വികാരവുമായി രാജ് താക്കറെ രംഗത്തെത്തിയിരുന്നു. ആരാണ് ഈ രാജ് താക്കറെ? ബാൽ താക്കറെയുടെ അനന്തരവനാണ് കേട്ടോ. ശിവസേന വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. ആ പാർട്ടിയുടെ പേരെന്താ? മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. അതായത് മഹാരാഷ്ട്രയെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ പേര് തന്നെ. എന്താണ് രാജ് താക്കറെയുടെ പുതിയ മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഹടാവോ ലുങ്കി ബച്ചാവോ പുങ്കി എന്നായിരുന്നു. നമ്മൾ ലുങ്കി ഉടുക്കുന്നവരാണല്ലോ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യക്കാർ. അത് വലിച്ചു കീറാനാണ് രാജ് താക്കറെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2008 മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ കലാപങ്ങൾ നടന്നു കേട്ടു. ആ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും രാജ് താക്കറെയുടെ പാർട്ടി തന്നെയായിരുന്നു. അത് നമുക്കെതിരായ കലാപമായിരുന്നില്ല, അത് ഉത്തർപ്രദേശുകാർക്കും ബീഹാറികൾക്കും എതിരായിട്ടുള്ള കലാപമായിരുന്നു. അവർ മഹാരാഷ്ട്രയിൽ വന്ന് പണിയെടുത്ത് ഇതാണ് സത്യമെന്നിരിക്കെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ വളരെ ആധികാരികമെന്ന തരത്തിൽ പച്ച നുണകളാണ് സതീശൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനും കൈയടിക്കാൻ ആളുണ്ട് എന്നതാണ് സതീശന്റെ ആശ്വാസം. കഷ്ടം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.